CPM-കാർ കൊലപ്പെടുത്തിയ നമ്മുടെ പ്രിയ സഹോദരൻ മൻസൂർ നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 3 മാസം 3 മാസമായിട്ട് പോലും ഒരു കൊലപാതക കേസിലെ പ്രതികളെ പൂർണ്ണമായും വിടാതിരിക്കുകയും ആ പ്രതികളെ മുഴുവനും പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടനക്ക് സമരം ചെയ്യേണ്ടി വരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിയമവാഴ്ച തകർന്ന മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു കൊലപാതക കേസിലെ പ്രതികളെ പിടികൂടണം എന്നാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. ആ കൊലപാതക കേസിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതികൾ അവരിപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയാണ്. അതേസമയം അവരെ വെള്ളപൂശാൻ വേണ്ടി ഏത് പാർട്ടിയാണോ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് ആ പാർട്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ വെള്ളപൂശുക മാത്രമല്ല, വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുക, ഇനിയും കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്ന് ഭീഷണി മുഴക്കുക, കൊലപാതക കേസിലെ പ്രതികളെ ഇനി പിടികൂടാൻ സാധിക്കില്ല എന്ന് വീമ്പ് പറയുക, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രവർത്തനം ഇവിടെ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിക്കുക. ഇത് വകവെച്ച് കൊടുക്കുമെന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചത്? മുസ്ലിം ലീഗ് പ്രവർത്തകരെ അടിച്ചമർത്തുമെന്നാണ് ഭീഷണി. അങ്ങനെ അടിച്ചമർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അമർന്നു പോകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അത്തരക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ കൊലപാതകം നടത്തിയാൽ, കൊന്നുകളഞ്ഞാൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? നിങ്ങൾ ഇതിനകം എത്ര പേരെ കൊന്നുതള്ളി? മൻസൂറിനെ മാത്രമല്ലല്ലോ നിങ്ങൾ കൊന്നുകളഞ്ഞത്. നിങ്ങൾ ഷുക്കൂറിനെ കൊന്നില്ലേ? നിങ്ങൾ അസ്ലമിനെ കൊന്നില്ലേ? നിങ്ങൾ ഇസാഖിനെ കൊന്നില്ലേ? ഏതാനും വർഷത്തിനുള്ളിൽ മാത്രം നടന്ന കൊലപാതകങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ എത്ര പേരെയാണ് നിങ്ങൾ കൊന്നുതള്ളിയത്? അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ച് അങ്ങ് പോയോ? പൂർവാധികം ശക്തിയോടെ ഈ മണ്ണിൽ മുസ്ലിം ലീഗ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഞാൻ കേട്ടു പ്രസംഗം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ ഒരു നേതാവ് ഇവിടെ ഭീഷണി മുഴക്കുകയാണ്. ലീഗുകാർ പറയുന്ന പ്രതികളെ ഒന്നും പിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ CPM-കാർ പറയുന്ന പ്രതികളെയാണോ പിടിക്കേണ്ടത്? നിങ്ങളൊരു കൊലപാതകം നടത്തുക, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുക, അവരെ മാത്രം പിടിച്ചോളാൻ പറയാ. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഞങ്ങൾക്ക് ഈ പരിപാടി ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ പയ്യോളി മനോജിന്റെ കേസ് മറക്കാൻ പാടില്ല എന്നാണ്. പയ്യോളി മനോജിന്റെ കേസിൽ എന്താ ഉണ്ടായത്? പയ്യോളി മനോജിനെ CPM-കാർ കൊന്നുതള്ളി, പാർട്ടി ഓഫീസിൽ ലിസ്റ്റ് കൊടുത്തു, അത് പ്രകാരം പോലീസ് അറസ്റ്റും ചെയ്തു. എന്നാൽ പിന്നീട് ആ കേസ് CBI ഏറ്റെടുത്തു. CBI ഏറ്റെടുത്തപ്പോ വടകരയിലെ TB-യുടെ പരിസരത്ത് കൂടി ആളുകൾ നടന്നു പോകുമ്പോ ആ TB-യിൽ നിന്നും കേട്ട നിലവിളികൾ ആരുടേതായിരുന്നു? ആ കേസ് നേരത്തെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ. പാർട്ടി പറഞ്ഞത് പ്രകാരം അന്വേഷിച്ചതിന് പിന്നീട് CBI-യിൽ നിന്നും ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെക്കുറിച്ച് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്വകാര്യമായി തങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലവിളിയാണ് വടകരയിലെ TB-യിൽ നിന്നും നാട്ടുകാർക്ക് കേൾക്കേണ്ടി വന്നത്.
ഇപ്പൊ കേരളം ഭരിക്കുന്നത് CPM ആണ്, ശരിയാണ്. അവരാണ് ഭരിക്കുന്നത് എന്ന് കരുതി അവർ പറയുന്നത് കേട്ട്, അവർ പറയുന്നത് അനുസരിച്ച്, അവർ പറയുന്ന പ്രതികളെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നതും അതേ ദുർവിധിയായിരിക്കുമെന്ന് വളരെ മാന്യമായി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് കരുതി, CPM-കാരുടെ അനുവാദമില്ല എന്ന് കരുതി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിയമത്തിന്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് മുമ്പിൽ നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ മാത്രമല്ല, ഈ കേസന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പണം പിരിച്ചു കൊടുത്തു അത്രേ. നിങ്ങൾ കൊലയാളി സംഘങ്ങൾക്കല്ലേ പണം പിരിച്ചത്? ഇത് ആദ്യത്തെ സംഭവമാണോ? നിങ്ങളിപ്പോ കേൾക്കുന്ന കൊട്ടേഷൻ സംഘം, ആ കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? CPIM അല്ലേ? ആരാ ആകേഷ് തില്ലങ്കേരി? ആരാ അർജുൻ നായങ്കി? ആരാ കൊടി സുനി? ആരാ മുഹമ്മദ് ഷാഫി? ആരാ കിർമാനി മനോജ്? ഇതൊക്കെ നിങ്ങളുടെ കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആളുകളുടെ പേരാ ഞാൻ പറഞ്ഞത്. ഇവരിൽ പലരും ജയിലിൽ കടന്നു, പലരും കസ്റ്റംസിന്റെ കയ്യിലാണ്. എന്തിനാ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ? നിങ്ങളുടെ കൊട്ടേഷൻ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒരു ശബ്ദരേഖ പുറത്തു വന്നില്ലേ? ആ ശബ്ദരേഖയിൽ എന്താ പറയുന്നത്? ഈ കൊട്ടേഷൻ പ്രവൃത്തിയിൽ ഞങ്ങൾ മാത്രമല്ല പാർട്ടിയുമുണ്ട് എന്നല്ലേ? 1/3 പാർട്ടിക്ക് കൊടുക്കണം. സ്വർണം കവർച്ച ചെയ്താൽ ആ സ്വർണ്ണ കവർച്ചയിൽ 1/3 പാർട്ടിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് പറഞ്ഞു, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു സ്പോർട്സ് താരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണം കൊണ്ടുവന്നാൽ അവർക്ക് 3 കോടി കൊടുക്കും. അതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ CPM പറയുന്നത് എന്താ? നിങ്ങൾ സ്വർണം കവർച്ച ചെയ്താൽ അതിൽ 1/3 പാർട്ടിക്ക്. ഇതുപോലെ ഒരു നാണക്കേട് വേറെ ഉണ്ടോ? CPM പറയുന്നു നിങ്ങൾ പറഞ്ഞാൽ, ലീഗ് പറഞ്ഞാൽ പ്രതിയാവില്ല. പിന്നെ ആരാ പറയുന്നത്? കോടതി പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ശരി, ലീഗ് പറഞ്ഞാൽ പ്രതിയാവണ്ട, കോടതി പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? EP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതി ഇവിടെ അടുത്തല്ലേ കുഞ്ഞനന്ദൻ? ആ കുഞ്ഞനന്ദൻ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. നിങ്ങൾ സമ്മതിക്കോ അദ്ദേഹം പ്രതിയാണെന്ന്? നിങ്ങൾ എന്താ പറഞ്ഞത്? പാർട്ടി അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ കോടതി പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല, പാർട്ടിയാണ് നിങ്ങൾക്കെല്ലാം. മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തു ഷംസീർ, തലശ്ശേരി MLA. ഷംസീറിനോട് ചോദിച്ചപ്പോ ഷംസീർ എന്താ പറഞ്ഞത്? ഒരാളെ കോടതിയിൽ പറഞ്ഞേക്കുന്നത് റിഫോർമേഷന് വേണ്ടിയിട്ടാണ്. അയാളെ നമ്മൾ ആരും കുറ്റവാളിയാണ് എന്ന് പറയാൻ പാടില്ല, റിഫോർമേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കല്യാണത്തിൽ പങ്കെടുത്തതെന്നാണ്. എന്തൊരു യുക്തിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പൊ ഒരാൾ ജീവപര്യന്തം തടവിന് വിധിച്ചാൽ പോലും, കോടതി വിധിച്ചാൽ പോലും അവർക്ക് ന്യായീകരണങ്ങളുണ്ട്. EP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിരുന്നുവെങ്കിൽ, അവരുടെ കല്യാണം നടത്തി കൊടുക്കാതിരിക്കാൻ എങ്കിലുമുള്ള മര്യാദ പാർട്ടി നടത്തിയിരുന്നുവെങ്കിൽ, പരോളിലിറങ്ങുന്ന പ്രതികൾക്ക് പാർട്ടി ഗ്രാമത്തിലേക്ക് വരുമ്പോ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണമൊരുക്കാൻ പാർട്ടി തയ്യാറായില്ലായിരുന്നെങ്കിൽ മട്ടന്നൂരിലെ ഷുഹൈബ് കൊല്ലപ്പെടുവോ? ഷുഹൈബിനെ കൊല്ലാൻ ആകേഷ് തില്ലങ്കേരിയെ പ്രേരിപ്പിച്ചത് എന്താ? EP ചന്ദ്രശേഖരനെ കൊന്നവർക്ക് താരപരിവേഷം, EP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികൾക്ക് സുഖവാസം, അവര് പരോളിലിറങ്ങിയാൽ റിസോർട്ടുകളിൽ താമസം, സുഖചികിത്സ, എണ്ണത്തോണിയിൽ. മുഹമ്മദ് ഷാഫിക്കും കിർമാനി മനോജിനുമൊക്കെ എണ്ണത്തോണിയിലാണ് ചികിത്സ. അങ്ങനെ സുഖചികിത്സ ലഭിക്കുമ്പോ, അവർക്ക് താരപരിവേഷം ലഭിക്കുമ്പോ പിന്നെ ഷുഹൈബിനെ കൊന്നാൽ എനിക്ക് ലഭിക്കില്ലേ? മൻസൂറിനെ കൊന്നാൽ എനിക്ക് ലഭിക്കില്ലേ? അതല്ലേ തെരഞ്ഞെടുപ്പിന് ദിവസം രാത്രിയിൽ മൻസൂറിനെ കൊല്ലാൻ ഇവരെ പ്രേരിപ്പിച്ചത്?
ഒരു കൊലപാതകം പാർട്ടിക്ക് വേണ്ടി നടത്തിയാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, താരപരിവേഷം ലഭിക്കും. രണ്ടാമത്, ശിഷ്ടകാലം സുഖത്തോടെ സുഖമായി ജീവിക്കാം. അത് ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും. എന്നാ പുറത്തു വരുന്ന വാർത്ത, ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് മുഹമ്മദ് ഷാഫിയും കുർബാനി മനോജും കൊടിസുനിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്നു. എങ്ങനെ ഇവർക്ക് അതിനുള്ള അവകാശം കിട്ടി? എങ്ങനെ ഇവർക്കുള്ള അതിനുള്ള അധികാരം കിട്ടി? ആ അധികാരം കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് ആണ്. അതിന് ഒത്താശ ചെയ്യുന്നത് കേരള പോലീസാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു ലീഗുകാർ CPM-കാരന്റെ വീട്ടിൽ കയറി. അങ്ങനെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന്. ആർക്കാണ് ലീഗുകാർക്ക് അതിന് അധികാരം കൊടുത്തത്? അധികാരമുണ്ട്. CPM-ന്റെ നേതാക്കന്മാര് CRPC-യിലെ സെക്ഷൻ 43 ഒന്ന് വായിക്കണം. എന്താ സെക്ഷൻ 43 പറയുന്നത്? ഒരു ക്രിമിനൽ കുറ്റകൃത്യം, ഒരു കൊലപാതക കേസിൽ ഒരാൾ പ്രതിയാണ് എന്ന് സംശയിക്കപ്പെട്ടാൽ, ഒരാളുടെ കൺമുമ്പിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതക കേസിൽ ഒരാൾ പ്രതിയാണെങ്കിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് മാത്രമല്ല, ആ കൊലപാതകം കണ്ട ആർക്കും അധികാരമുണ്ട്. ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ പറയട്ടെ, സെക്ഷൻ 43 നിങ്ങൾ വായിക്ക്. അതാണോ മഹാപാതകം? ആ കൊലപാതകം കണ്ട പല ആളുകളും ഈ നാട്ടിലില്ലേ? ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് കൃത്യമായി വിചാരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ നാട്ടിലെ പോലീസിന് മാത്രമല്ല അധികാരമുള്ളത്, സ്വകാര്യ വ്യക്തികൾക്ക് അധികാരമുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ള അധികാരം ഈ നാട്ടുകാർക്കുണ്ട്. അത് വിനിയോഗിക്കുമ്പോ നിങ്ങൾ എങ്ങനെ അതിനെ ചോദ്യം ചെയ്യുക? പിന്നെ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിയമവ്യവസ്ഥയിൽ എങ്ങനെയാ ആളുകൾ വിശ്വസിക്കുക? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. നിയമം CPM-ന്റെ വഴിക്ക് പോയാൽ പിന്നെ നാട്ടുകാർ മുഴുവനും, ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും നിയമം അനുസരിക്കും എന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളിപ്പോ നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ നിയമവാഴ്ച നിങ്ങൾ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചാൽ, നിയമവാഴ്ച നിങ്ങൾ CPM-നെ ഏൽപ്പിച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ എല്ലാ കാലത്തും നിയമത്തിന് വേണ്ടി നിലവിളിക്കും എന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതൊരു രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല, ഒരു നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് നിയമവാഴ്ച ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് കൂടി തോന്നൽ ഉണ്ടാകണം. ആ തോന്നൽ നിങ്ങൾക്കില്ല എങ്കിൽ ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതികളെ മുഴുവൻ നിങ്ങൾ പിടികൂടണം. CPM-ന് അനുവാദമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കരുത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൊലപാതക കേസിലെ പ്രതികളെ പിടിക്കാതിരിക്കാം. എന്നിട്ടോ ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് നാസർക്ക ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക. കൊലപാതക കേസിലെ പ്രതികൾക്ക് സ്വൈര്യമായി നടക്കാനുള്ള അധികാരവും അവകാശവും കൊടുക്കുക. പൊതുപ്രവർത്തനം നടത്തുന്ന മര്യാദക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കന്മാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക. ഇതിനെന്താണ് ഞങ്ങൾ വിശ്വസിപ്പിക്കേണ്ടത്? CPM-ന് ഞങ്ങൾക്കറിയാം, ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്, ലോക്കൽ കമ്മിറ്റി ഉണ്ട്, ഏരിയ കമ്മിറ്റി ഉണ്ട്. അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഞ്ച് തലത്തിലുള്ള കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റി. ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ തലത്തിൽ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റി. ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ തലത്തിൽ, ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിൽ. അതിനുള്ളതല്ല ഈ കമ്മിറ്റികളൊക്കെ. ലീഗിന്റെ കമ്മിറ്റികൾ അങ്ങനെയാണോ? നാട്ടില് മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള കമ്മിറ്റികളാ ലീഗിന്റെ കമ്മിറ്റി. നിങ്ങൾ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ്. നിങ്ങൾ കൊട്ടേഷൻ നടത്തുന്നവരുടെ തടവറയിൽ കിടക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആകാശത്തിലും കയറി പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടി വരുന്നത്? അതുകൊണ്ടല്ലേ അർജുന നായികമാർക്ക് നിങ്ങൾ കീഴടങ്ങേണ്ടി വരുന്നത്? എന്തിനാ ഈ പറയുന്ന അനൂപമാരെ നിങ്ങൾ പേടിക്കുന്നത്? ചൊക്ലിയിലുള്ള ഒരാളെ ഇവിടെ പെരിങ്ങളത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇല്ലേ, അദ്ദേഹത്തിന്റെ പേര് അനൂപ്. എന്തിനാ ഇവിടെ ചുമതല കൊടുത്തത്? ഇവിടെ കുഴപ്പമുണ്ടാക്കുക, ഈ നാട്ടിൽ കലാപമുണ്ടാക്കുക. ഇവിടെ ആളില്ലാത്തോണ്ടാ?
വേറെ സ്ഥലത്ത് നാളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാം. എന്താ CPM പറയുന്നത്? ഞങ്ങളുടെ അധികാരമാണ്. നിങ്ങളുടെ അധികാരമാണ്, ശരി തന്നെ, നിങ്ങൾ എവിടെയും നിയമിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട, അവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. എന്നിട്ട് ഭീഷണി മുടക്ക. ഒരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതക കേസിലെ പ്രതികളെ മുഴുവൻ പിടികൂടണം എന്ന് ആവശ്യപ്പെടുമ്പോ അതിനെതിരെ ഭീഷണി മുഴക്കുക. ഇവരുടെ ധൈര്യം എന്താണ്? ഇവരുടെ നില എന്താണ്? ഇവർക്ക് ഭരണ തുടർച്ച കിട്ടി എന്ന് കരുതിയിട്ട്, ഈ നാട്ടിൽ വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾക്ക് അധികാര ശക്തിയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് ജനശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ആ ജനങ്ങളാണ് ഇതിനെത്തി അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ രംഗത്ത് വരും. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ അല്പം സാമാന്യമായ നിലക്കുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്. ഞങ്ങളുടെ ഈ ന്യായമായ സമരത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനാണ് ഭാവമെങ്കിൽ ഈ സമരത്തെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് മാത്രം വളരെ മാന്യമായി ഈ നാട് ഭരിക്കുന്ന അധികാരികളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഓർമ്മ. ഇപ്പൊ ഇവിടെയുള്ള കേസൊക്കെ മര്യാദക്ക് നടത്തുന്നുണ്ട്. ഇവിടെയുള്ള പ്രാദേശിക മണ്ഡലം മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ പോഷകഘടകങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ മര്യാദക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് കേൾപ്പുള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ട്. ഈ കേസ് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നാൽ അത് ഏറ്റെടുക്കാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. താനൂരിലെ ഇസാഖിന്റെ കേസ് യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നേരിട്ടാണ് നടത്തുന്നത്. അവിടെയുള്ള പ്രാദേശിക നേതൃത്വം ഞങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നേരിട്ട് ആ കേസ് നടത്തും. പുത്തുപറമ്പ് മണ്ഡലം ലീഗ് കമ്മിറ്റിയും തുടക്കം മുതൽ തന്നെ യൂത്ത് ലീഗും ഒക്കെ ഈ കേസ് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നിയമോപദേശം കൃത്യമായി തേടുന്നുണ്ട്. ഇപ്പൊ ഈ കേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നതുകൊണ്ടാണ് ഈ കേസിൽ മറ്റ് ഇടപെടലിന്റെ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാത്തത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം നഷ്ടപ്പെട്ടാൽ മറ്റ് അന്വേഷണ ഏജൻസികളെ കൂടി ഈ കേസിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് CPM-ന്റെ ഭീഷണി വകവെക്കാതെ, CPM-ന്റെ ഈ തിട്ടൂറം കിട്ടിയാലേ ഞങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്യൂ എന്ന ഒരു നില അവസാനിപ്പിച്ചുകൊണ്ട് ഈ കേസിലെ പ്രതികളാണെന്ന് ഞങ്ങൾ മാത്രമല്ല കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളടക്കം ഉന്നയിച്ചിട്ടുള്ള, ഈ കൊലപാതകം നേരിട്ട് കണ്ടിട്ടുള്ള നിഷ്പക്ഷരായ ആളുകളടക്കം പറഞ്ഞിട്ടുള്ള പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അങ്ങനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് മാന്യമായ അർഹമായ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അത് ചെയ്യുന്നതിന് പകരം മുസ്ലിം ലീഗ് പ്രവർത്തകരെ, നിരപരാധികളായ മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഏതോ ഓഫീസിന്റെ ചില്ല് തകർത്തു, ഏതോ ഗ്ലാസ് പൊട്ടി എന്നൊക്കെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ഈ നേതാക്കളെയും പ്രവർത്തകരെയും പ്രതിപട്ടികയിൽ ചേർത്ത് ഭീഷണിപ്പെടുത്തി അവരെ കൽത്തുറുങ്കിൽ അടക്കാമെന്നാണ് നിങ്ങൾ മോഹിക്കുന്നതെങ്കിൽ ഈ പ്രദേശത്തെ ലീഗുകാർ മാത്രമല്ല, ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ലീഗുകാർ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ യൂത്ത് ലീഗുകാരെയും അണിനിരത്തേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ മടിക്കില്ല സമരത്തിന് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂത്തുപറമ്പ് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.